മക്കളെ, നമ്മൾ ഒരു ആനുവൽ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. സമഗ്രേൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറൊക്കെ വ്യക്തമായിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രാജ ഓർ വിദ്രോഹി എന്ന പാഠത്തിൽ നിന്നാണ് ആദ്യം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇസ്ലിയേക്ക് ന്യായ് എനിക്കെ ഹാത്ത് മേ ഹേ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ്. ഏ വാക്യ കിസ്നെ കഹ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഈ മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് അത് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ആരാണ് പറഞ്ഞത്? ന്യായാധീശ് അല്ലേ? ആരാണ്? ന്യായാധീശാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ചുപ്ചാപ്പ് കാ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖേം എന്നാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന, നിങ്ങൾക്ക് തന്ന പാരഗ്രാഫിലേക്ക് നോക്കുക, സൂചനയിലേക്ക് നോക്കുക. അവിടെയാണ് ചുപ്ചാപ്പ്, നിശബ്ദനായിരിക്കുക എന്നർത്ഥം. ചുപ്ചാപ്പ് എന്നുള്ളതിന് നമ്മൾ ഗാമോഷ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതാ ഗാമോഷ്. ഇതൊന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഗാമോഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജനതാക്കി ഭീഡ് മേ മിൽ ജാന ഇസ്കാ മത്ലബ് ക്യാ ഹേ എന്നാണ്. ജനതാക്കെ ഹിത് സമജ്കർ ഉസ്കെ പക്ഷമേ ഷാമിൽ ഹോന എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവരുടെ പക്ഷത്ത് ചേരുക എന്നാണ് അതിൻ്റെ ആൻസർ. രാജാക്കി ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖിയും ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രാജാക്ക് ചരിത്ര പർ ടിപ്പണി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ലിങ്ക് ഇടാം, നിങ്ങൾ നോക്കിയാൽ മതി. അടുത്തത് ബോൺസായി കവിതാക്ക അംശപടയും ഓർ 5 മുതൽ 8 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. സഹി രൂപ് ചുനുക്കർ ലിഖേം എന്നാണ് 5ാമത്തെ ചോദ്യം. സഹി രൂപ് ചുനുക്കർ ലിഖേം. മുജെ എന്നതിൻ്റെ ശരിയായ രൂപമാണ് മേം പ്ലസ് കോ ആണ് മുജെ. മുജുക്കോ അല്ലെങ്കിൽ മുജെ എന്താണ്? മേം പ്ലസ് കോ ആണ്. ഇതാണ് ശരിയായ രൂപം. ഇതിൻ്റെയും ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള വീഡിയോയും വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ അതുകൂടെ ഒന്ന് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് കവിതാക്കി രചയിത കോൻ ഹേ. ഏത് കവിതയാണ് നമ്മളിവിടെ നോക്കുന്നത്? ബോൺസായി ആണ് അല്ലേ? ബോൺസായി കവിതയുടെ രചയിത ആരാണ്? നിങ്ങൾക്ക് അറിയാം ആരാണ്? സുധാ ഉപാധ്യായ അല്ലേ? ആരാണ്? സുധാ ഉപാധ്യായാണ് ബോൺസായി കവിതയുടെ രചയിത. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. धीरे धीरे मैं ബോൺസായി में तब्दील हो गई, इससे आपने क्या समझा? പതുക്കെ പതുക്കെ ഞാൻ ബോൺസായിയുടെ രൂപത്തിലേക്ക് മാറി. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് 7ാമത്തെ ചോദ്യം. घर के अंदर गमले में रखे गए पौधे के लिए स्वाभाविक जीवन बिताने का कोई उपाय नहीं रहा. അതായത് ഗർക്കെ അന്തർ ഗമലേമേ രേഖ, വീട്ടിൻ്റെ ഉള്ളിൽ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുള്ള ചെടിക്ക് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള ആ ഒരവസ്ഥ, ഉപായ് നഹീം രഹ, അതിനുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ അതാണ് പതുക്കെ പതുക്കെ ഞാൻ ബോൺസായുടെ രൂപത്തിലേക്ക് മാറി എന്ന് പറഞ്ഞത്. അതായത് സ്വാഭാവികമായിട്ടുള്ള രൂപം അതിനവിടെ കിട്ടില്ല, സൂര്യപ്രകാശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ? അപ്പോൾ അതിനും ബോൺസായുടെ രൂപത്തിലേക്ക് തന്നെ മാറേണ്ടി വന്നു. ഇനി കവിതയുടെ ആശയമാണ്. കവിതക്ക് ആശയം നോക്കാം. सुधा उपाध्याय से लिखा हुआ एक सुंदर कविता है बोनसाई. यह एक प्रतीकात्मक कविता है. पौधे को स्वाभाविक वातावरण से गोदकर घर के अंदर लगा देने से उसका अस्तित्व गो जाता है. ഇതിൻ്റെ അർത്ഥം പറയാം. സുധാ ഉപാധ്യായ് എഴുതിയിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള കവിതയാണ് ബോൺസായി. ഇതൊരു പ്രതീകാത്മക കവിതയാണ്. പൗധേക്കോ സ്വാഭാവിക വാതാവരണസെ, ചെടിയെ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നും കിളച്ചെടുത്തിട്ട് ഗർക്കെ അന്തർ ലഗാദേനേസെ, വീട്ടിന് ഉള്ളിൽ വെക്കുന്നതിനാൽ ഉസ്ക അസ്തിത്വ ഗോ ജാത്ത ഹെ, അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുന്നു. ഉസ്ക രൂപ് ബദൽ ജാത്ത ഹെ, അതിൻ്റെ രൂപം മാറുന്നു. ഇവിടെ ജാത്ത എന്നാണ് കേട്ടോ. ബദൽ ജാത്ത ഹെ. വികാസ് രുക്ക് ജാത്ത ഹെ, അതിൻ്റെ വികാസം, അതിൻ്റെ വളർച്ച നിൽക്കുന്നു. പത്തേ ചോട്ടേ വ കംസോർ ഹോ ജാത്ത ഹെ, അതിൻ്റെ ഇലകൾ ചെറുതും അതുപോലെ തന്നെ ബലഹീനവുമാകുന്നു. അന്തമേ വഹ് ബോൺസായിക്ക് രൂപമേ ബദൽ ജാത്ത ഹെ, അവസാനം അത് ബോൺസായിയുടെ രൂപത്തിലേക്ക് മാറുന്നു. ബോൺസായി മേ ഫൽ ഫൂൽ ലഗ് ഗയേ തോ മാലിക് പരേശാൻ ഹോ ഗയ, ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങുന്ന സമയത്ത് മാലിക് വിവശനാകുന്നു. ഇസ്ലിയെ മാലികിനെ ഇസേ കൂടെ കച്ചറേ പർ ഫേങ്ക് ദിയ, ഇതുകൊണ്ട് തന്നെ മാലിക് അതിനെ കൂടെ കച്ചറയിലേക്ക്
വലിച്ചെറിയുന്നു, ചപ്പുചവറുകളിലേക്ക് വലിച്ചെറിയുന്നു. കവിത സുന്ദർ ഹേ, ഭാഷ സരൾ ഹേ, ചിന്തനീയ ബി ഹേ. കവിത സുന്ദരമാണ്, കവിതയിലെ ഭാഷ സരളമാണ്, ലളിതമാണ്. ഇത് ചിന്തിപ്പിക്കുന്നത്, വായനക്കാരെ ചിന്തിപ്പിക്കുന്നത് കൂടിയാണ്. അത്രയാണ് നമ്മുടെ ഈ കവിതയുടെ ആശയമുള്ളത് കേട്ടോ. ഇത് 3 പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. 3 പാരഗ്രാഫായിട്ട് തന്നെയാണ് അവിടെ തന്നത് കേട്ടോ. വളരെ ചുരുക്കിയാണ് തന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സനോബർ ക്യാ ഹേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സനോബർ എന്താണ്? പേടാണ് അല്ലേ? ഏക്ക് പേട്, സനോബർ കാ പേട് എന്നാ, ഏക്ക് പേട്. घर पहचानने के लिए भाई बहन कौन सा निशान याद रखते थे? വീട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹോദരനും സഹോദരിക്കും എന്ത് അടയാളമാണ് ഓർമ്മയിലുള്ളത്? അവരുടെ ഓർമ്മയിലുള്ള അടയാളങ്ങൾ എന്താണ്? സനോബർ കാ പേട്, പക്ഷി और താരെ അല്ലേ? ഗർക്കെ സാമനെ ഗഡ, വീടിന് മുമ്പിൽ നിൽക്കുന്ന സനോബർ പേടും അതുപോലെ തന്നെ പക്ഷിയും നക്ഷത്രവുമാണ് ആ കുട്ടികൾക്ക് അടയാളമായിട്ട് ഉള്ളത്. 11 നമൂനയ്ക്ക് അനുസാർ ലിഖിയും ആണ്. താരെ ആസമാൻ മേ ചമക്കത്തെ ഹേ, താരെ ആസമാൻ മേ ചമക്കേങ്കെ, ബच्चे अपना घर पहचानते हैं. അപ്പോൾ അതുപോലെ ഇവിടെയും വരണം കേട്ടോ. ഇവിടെ ഈ സെൻറ്റൻസ് എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് മാറിയത് അതുപോലെ തന്നെ അടുത്ത ചമക്കത്തേ ഹേ എന്നത് ചമക്കേങ്കെ എന്ന് മാറി. അതുപോലെ പഹ്ചാൻതേ ഹേ എന്നത് ഇവിടേക്ക് പഹ്ചാനേങ്കെ എന്നായിട്ട് മാറും. പഹ്ചാനേങ്കെ ഉണ്ടോ? ഇനി അടുത്തത് നോക്കാം. ഇസ് പ്രസംഗ പർ പഠിക്കഥ കാ ഏക് ദൃശ്യ ലിഖിയും. ഇവിടെ മുകളിൽ തന്നിരിക്കുന്ന സൂചന, ഈ സൂചനയ്ക്ക് ഗർ കെ ലോഗോനെ കഹാ യഹാം അസാരവും സനോബർ ഹേ ഉൻ പർ അസാരവും പക്ഷി ഗാത്തെ ഹേ और അസാരവും താരെ ആസമാനമേ ചമത്തെ ഹേ എന്ന് ആ വീട്ടിലുള്ളവർ പറയുന്നുണ്ട്. ഈ ഭാഗം വായിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കഥ ഉണ്ടാക്കേണ്ടത്. പഠിക്കഥ നിങ്ങൾ ഈ വർഷം പഠിക്കുന്നതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ എന്താണ് പറയുക, ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കാം. ബാക്കി പിന്നെ വാർത്താലാപാണ്. സംവാദം എന്ന് എഴുതിയിട്ട് വാർത്താലാപം തന്നെയാണ് എഴുതുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ദൃശ്യേക്ക് പഠിക്കഥ എന്നെഴുതുക. ദൃശ്യേക്ക് സ്ഥാൻ ഗർ, സമയ് സവേരെ 10 ബജെ, പാത്ര ഗർവാലോ ബായി ആർ ബഹൻ ട്ടാ. സഹോദര കഥാപാത്രങ്ങൾ ആ വീട്ടുകാരും പിന്നെ ഈ സഹോദരനും സഹോദരിയും. വേഷഭൂഷ സാധാരണ കപ്പട, അവരുടെ വസ്ത്രധാരണം സാധാരണ വസ്ത്രമാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ആയു ബായി, ആ സഹോദരന് 13 വയസ്സും സഹോദരിക്ക് 9 വയസ്സുമാണ്. വീട്ടുകാർക്ക് ഏകദേശം 40 വയസ്സ്, അവരോട് സംസാരിക്കുന്ന വീട്ടുകാർക്ക് കേട്ടോ. ബായി ബഹൻ ഗർവാലോസെ ബാച്ചിത് കർത്തേ, സഹോദരനും സഹോദരിയും ആ വീട്ടുകാരോട് സംസാരിക്കുന്നതാണ് സന്ദർഭം. ഇനി സംവാദ് പറഞ്ഞാൽ ബാച്ചിത് തന്നെ. ഗർവാലോ ബച്ചെ ആപ്പ് കൈസെ അപ്പന ഗർ പഹ്ചാനെങ്കി, ഗർവാലോ ചോദിക്കാം, വീട്ടുകാർ ചോദിക്കുകയാണ്, ബച്ചെ ആപ്പ് കൈസെ അപ്പന ഗർ പഹ്ചാനെങ്കി, കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട് തിരിച്ചറിയുക? ബായ് ഹംകോ ഗർ സമജ്നെ കാ നിശാൻ ഹേ, ഞങ്ങൾക്ക് വീട് തിരിച്ചറിയാനുള്ള അടയാളമുണ്ട്. ഗർവാലോ നിശാൻ ക്യാ ക്യാ ഹേ വാ, അടയാളമോ എന്തൊക്കെയാണത്, അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. ബായ് സനോബർ കാ പേട് താരെ ഓർ പക്ഷി, സനോബർ പേടും അതുപോലെ തന്നെ നക്ഷത്രവും പക്ഷിയുമാണ് ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള അടയാളം എന്ന് പറയുന്നു. ഗർവാലോ യഹാം, ഗർവാലോ ഇവിടെ ഡോട്ടുണ്ട് വരേണ്ടത്, അതങ്ങനെ വന്നു പോയതാണ്. ഗർവാലോ യഹാ ആസാരവും സനോബർ പേട് താരെ ഓർ പക്ഷി ഹേ, ഗർവാലോ വീട്ടുകാർ പറയാണ് ഇവിടെ ആയിരക്കണക്കിന് സനോബർ പേടുണ്ട്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന രൂപത്തിലാണ് അവർ ചോദിക്കുന്നത്. ബായ് ലേക്കിൻ ഹമേ കിസി തര പഹ്ചാനെങ്കെ, പക്ഷേ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചറിയും, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തും എന്നാണ് കുട്ടികൾ മറുപടിയായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംവാദ് ബാച്ചിത്ത്. അപ്പോൾ ബാച്ചിത്തായിട്ട് ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളോട് പഠിക്കഥ തയ്യാറാക്കാൻ, പഠിക്കഥയുടെ ദൃശ്യം തയ്യാറാക്കുക, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഗർവാലോം കെ ബീച്ച് കി ബാച്ചിത്ത്, ഈ കുട്ടികളും വീട്ടുകാരും തമ്മിലുള്ള ബാച്ചിത്ത് സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സംവാദമായിട്ട് എഴുതിയല്ലോ, ഇത് തന്നെയാണ് അതിൻ്റെ സംഭാഷണം. മനസ്സിലായോ? ഇത്രയും അതിൻ്റെ സംഭാഷണമായിട്ട് നിങ്ങൾ പഠിക്കുക. ബാച്ചിത്തായിട്ട് ഇത് മാത്രം പഠിക്കുക. ഇനി അടുത്തത്
ജഡ്ബഡ് ആർ നടുക്കട് കഹാനിക്ക് ആവശ്യപ്പെടേം ആർ 13 മുതൽ 15 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജഡ്ബഡ് ഓർ നടുക്കട് എന്ന കഹാനി വായിച്ചിട്ട് ഈ അംശം വായിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നടുക്കട് ആർ ജഡ്ബഡ് കോന്തെ, നടുക്കടും ജഡ്ബഡും ആരായിരുന്നു? ദോനോ മിത്രദേ, ദോനോ ബായി ബഹൻദേ, അതൊന്നും ശരിയല്ല അല്ലേ. ദോനോ ബായി ബായി ദേ, രണ്ടുപേരും സഹോദരന്മാരായിരുന്നു. ദോനോ ബായി ബായി ദേ, അതാണ് ശരി. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. കപ്പടെ സുഖാനെ കെ ലിയെ ദോനോനെ ക്യാ ഉപായ് കിയ, വസ്ത്രം ഉണക്കാൻ വേണ്ടി രണ്ടുപേരും ചെയ്ത ഉപായം എന്തായിരുന്നു? ദോനോനെ ദൗഡനേക്കാ ഉപായ് കിയ, രണ്ടുപേരും എന്താണ് ചെയ്തത്? രണ്ടുപേരും ഓടുക എന്ന ഉപായമാണ് അവർ കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയാണ്. 4 ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. നടുക്കടുക്കോ തൈർന നഹി ആത്താതാ, നടുക്കടിന് നീന്താൻ അറിയുമായിരുന്നില്ല. നടുക്കടിന് നീന്താൻ അറിയുമായിരുന്നില്ല, ശരിയാണ് അല്ലേ. ജഡ്ബഡിനാണ് നീന്താൻ അറിയുമായിരുന്നത്, നടുക്കടിന് നീന്താൻ അറിയുമായിരുന്നില്ല. ജഡ്ബഡ്കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ, നടുക്കടുക്കോ തൈർന നഹി ആത്താതാ ശരി. ജഡ്ബഡ്കോ കാഗസ് കി നാവ് ബനാന ആത്താതാ തെറ്റാണ് അല്ലേ. ജഡ്ബഡ് ആരാണ്? ചേട്ടനാണ് അല്ലേ. ജഡ്ബഡിന് എന്താണ്? കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്, അറിയുമായിരുന്നില്ല. ദോനോ ബൈ ഏക സാത്ത് സ്കൂൾ ആത്തേ ജാത്തേ, അതെ ശരിയാണ്. നടുക്കട് ധീരെ ധീരെ ചൽത്താതാ ശരിയാണ്, നടുക്കട് പതുക്കെയാണ് നടന്നിരുന്നത്. ദോനോ ബൈ ഷഹർ മേ രഹത്തേത് തെറ്റാണ് അല്ലേ. 2 സഹോദരന്മാരും ഷഹറിൽ അല്ലല്ലോ, ഷഹർ പട്ടണത്തിലല്ല അവർ താമസിച്ചിരുന്നത്, ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത് അല്ലേ. ജഡ്ബഡ് പാഞ്ചുവേമേം പടുത്താതാ, അത് ശരിയാണ്. അപ്പം 4 ശരി നമുക്ക് കിട്ടി. നടുക്കടുക്കോ തരണ നെഹിയാത്താതാ, നടുക്കടിന് നീന്താൻ അറിയുമായിരുന്നില്ല. അതുപോലെ തന്നെ ജഡ്ബഡിന് കടലാസ്, അത് നമ്മളൊന്ന് തെറ്റാണ്. ശരിയായിട്ടുള്ള ദോനോ ബായി ഏക് സാത്ത് സ്കൂൾ ആത്തേ ജാത്തേ തേ. പിന്നെ നടുക്കട് ധീരെ ധീരെ ചൽത്താതാ, ജഡ്ബഡ് പാഞ്ചുവേമേ പടുത്താതാ. ഓക്കെ, ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്തുത പ്രസംഗ पर നടുക്കട് की ഡയറി കൽപ്പന करके लिखिए. ഇവിടെ നടുക്കടിൻ്റെ ഡയറി സങ്കല്പിച്ച് എഴുതുക. ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നടുക്കടിൻ്റെ ഡയറിയും ജഡ്ബഡിൻ്റെ ഡയറിയും ഒക്കെ വേറെ വേറെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഇനി കബ് തക്ക് കവിതാംശ പടയം. ഇനി കബ് തക്ക് എന്ന കവിതയുടെ ആശയമാണ് 16 മുതൽ 20 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്. കബ് തക്ക് ജോത്തെ രഹോഗെ എന്ന് തുടങ്ങുന്ന വരിയാണ്. കവിതാംശിക്ക് കവയത്രി കോൻഹെ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കബ് തക്ക് എഴുതിയതാരാണ്? വന്ദന ടേട്ടയാണ്, വന്ദന ടേട്ടെ. ഇനി അടുത്തത് അപ്പനി പഹ്ചാൻ വിശേഷൻ ശബ്ദ കോൻസാഹെ. അപ്പനി പഹ്ചാൻ എന്നത് വിശേഷൻ ശബ്ദ അപ്പനിയാണ്. എന്താണ്? അപ്പനിയാണ്, അപ്പനി പഹ്ചാൻ എന്നതിലെ വിശേഷൻ ശബ്ദം. ആശ്രയ് കാ സമാനാർത്ഥി ശബ്ദ കവിതാംശ സേ ചുനെ. ആശ്രയ് എന്നതിൻ്റെ സമാനാർത്ഥം വരുന്ന പദം കവിതയിലുണ്ട്, അത് ഏതാണെന്ന് നിങ്ങളോട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ആസരയാണ് അത് കേട്ടോ, ആസരേ അതാണ് ആശ്രയത്തിൻ്റെത്. ഇനി അടുത്തത് സമാൻ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയാണ്. ഐസി ആശാ ചോട് ദോ കി തുമാരെ ലിയെ സംഘർഷ് കർണേ കോയി ആയേഗ. ഈ അർത്ഥം വരുന്ന വരി തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് എഴുതണം. ഐസി ആശ ചോട് ദോ കി തുമാരെ ലിയെ സംഘർഷ് കർണേ ആർ കബ് തക്ക് ആസരെ മേ രഹോ കി കോയി ആയേ ആർ തുമാരെ ലിയെ ലഡേ. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഈ 3 വരിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ആരെങ്കിലും വരും എന്ന പ്രതീക്ഷ ഉപേക്ഷിക്കാൻ വേണ്ടി പറയാണ്. ആശാ ചോടുതു, ആ ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കൂ, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പൊരുതാൻ വേണ്ടി, സംഘർഷത്തിന് വേണ്ടി വരും എന്ന ആ ആഗ്രഹം നിങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറയാണ്. ആർ കബ് തക്ക് ആസരെ മേ രഹോഗെ കി കോയി ആയേ ഓർ തുമാരെ ലിയെ ലഡേ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് സഹി മിലാനാണ്. സഹി മിലാൻ അപ്പനാ പരിചയ ജാൻനെ കെ ലിയെ ദൂസരോം കാ ഇന്തസാർ നഹീ കരോ. അതാണ് അതിൻ്റെ ആൻസർ. കബ് തക്ക് ജോഹത്തെ രഹോഗെ അവതാരോം കെ ആഗമൻ അല്ലേ. കബ് തക്ക് ജോഹത്തെ രഹോഗെ, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും, അവതാരങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അവതാരോം കെ ആഗമൻ കി ബാട്ട്. ആത്മസമ്മാൻ സേ ബെഡി കോയി ചീസ് നെഹീം. അതാണ് 3ാമത്തെ ആൻസർ. ഇനി വാക്യ പിരമിഡ് ചെയ്യാനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാക്യ പിരമിഡ് ഇവിടെ തന്നിരിക്കുന്നു ജൻസന രഹേഹേ എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി 2 ശബ്ദം തന്നിട്ടുണ്ട്, കാൻ അതുപോലെ തന്നെ സുൻകർ. അപ്പം നമ്മൾ കാൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ
കാൻ ജഞ്ജന രഹേ ഹേ എന്ന് എഴുതുക. ആദ്യം കാൻ എഴുതുക, പിന്നെ ഈ ജഞ്ജന രഹേ ഹേ കൂട്ടി എഴുതുക. അടുത്തത് സുൻ സുൻകർ, കാൻ ജഞ്ജന രഹേ ഹേ. ഓക്കെ, നമ്മളിവിടെ രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് കാൻ ജഞ്ജന രഹേ ഹേ എന്ന് എഴുതിയല്ലോ. ഇനി അടുത്തത് സുൻ സുൻകർ എന്ന് എഴുതുക, പിന്നെ കാൻ എഴുതുക, പിന്നെ ജഞ്ജന രഹേ എന്ന് എഴുതുക കേട്ടോ. നോക്കട്ടെ എഴുതിയിട്ടുണ്ടോന്ന്. കാൻ ജഞ്ജന രഹേ ഹേ, സുൻ സുൻകർ കാൻ ജഞ്ജന രഹേ ഹേ. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്? ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കവിതയുടെ ആശയമൊക്കെ നന്നായിട്ട് പഠിക്കുക. സമഗ്രയിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതുകൂടെ കാണാം. ഓക്കെ.